എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാർ ലോൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കാർ ലോൺസിൻ്റെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് GSTയിൽ കുറച്ച് ചേഞ്ചസ് വന്നു. GST 2.0 നിലവിൽ വന്നു. അപ്പോൾ അത് വന്നതോടുകൂടി കാർ ലോണുകൾ ഇപ്പോൾ കുറച്ചധികമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കാറിന് വില കുറഞ്ഞു. GST കുറച്ചു, അപ്പോൾ കാറിൻ്റെ റേറ്റുകളിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ കാർ ലോൺസിനെ പറ്റിയുള്ള ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് GSTൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നും, ഇപ്പോൾ നിങ്ങളൊരു നിശ്ചിത തുക കാർ ലോണായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ EMI കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് കാർ ലോൺ പെട്ടെന്ന് കിട്ടാം, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം അതിനെ പറ്റിയിട്ടും, കൂടാതെ പ്രമുഖമായ ബാങ്കുകളിലെ ഇൻട്രസ്റ്റ് റേറ്റ്, ഏത് ബാങ്കിൽ പോയാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുവിധം ഇൻട്രസ്റ്റ് കിട്ടുക എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പുതിയൊരു GST നിലവിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാണെങ്കിൽ 1200 cc താഴെയുള്ള പെട്രോൾ വണ്ടികൾക്കും 1500 cc താഴെയുള്ള ഡീസൽ വണ്ടികൾക്കും GSTയിൽ വളരെ വലിയൊരു കുറവ് വന്നു. അതായത് ഏകദേശം 28% GSTയും സെസ് അഡീഷണലായിട്ട് വരുമ്പോൾ ഏകദേശം 29 തൊട്ട് 31% വരെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇനി അത് ഫ്ലാറ്റായിട്ട് 18% GST ആയി. അപ്പോൾ ഏകദേശം നമ്മുടെ എത്ര രൂപയാണോ നിങ്ങളുടെ കാറിന് വരുന്നത് അതിൽ നിന്ന് 13% റിഡക്ഷൻ അവിടെ തന്നെ വന്നു. പിന്നെ ലാർജ് വണ്ടികൾക്ക്, ഇപ്പോൾ SUVs ഒക്കെ പോലുള്ള വലിയ വണ്ടികൾക്ക് 28%, പിന്നെ സെസ്സും അടക്കം ഏകദേശം 43-50% വരെ കോസ്റ്റ് ടാക്സിൽ വന്നിരുന്ന സ്ഥലത്ത് ഇനി 40% ഫ്ലാറ്റ് GST ആയി. അപ്പോൾ അവിടെ ഏകദേശം 3 to 10% റിഡക്ഷൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ കമ്പനീസും ഇതിൻ്റെ ബെനിഫിറ്റ്സ് കസ്റ്റമറിന് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് അവരുണ്ടായത്. കാരണം GSTയിൽ കുറവ് വരുമ്പോൾ വേണമെങ്കിൽ കമ്പനികൾക്ക് അവരുടെ കാറിൻ്റെ പ്രൈസ് കൂട്ടി ആ ഒരു എമൗണ്ട്, ഇപ്പോൾ കസ്റ്റമർ ഓൾറെഡി എന്താ പറയുക, ഈ കാറിന് ഈ ഒരു പൈസ എന്നൊരു ഇത്രയും കാലങ്ങളായിട്ട് അവർ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർ കമ്പനികളുടെ തീരുമാനം അവർ GSTയുടെ 100% ബെനിഫിറ്റും കസ്റ്റമേഴ്സിനും കൊടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് വണ്ടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് വരെ സേവിങ് വരുന്ന വണ്ടികളുണ്ട്. ഇപ്പോൾ ടാറ്റ നെക്സോണൊക്കെ അതിൻ്റെ ഹയർ വേരിയൻ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 1,55,000 വരെ സേവ് ചെയ്യാൻ പറ്റും. പ്ലസ് അഡീഷണൽ ഓഫേഴ്സ് ഷോറൂമുകാരും ഫെസ്റ്റീവ് സീസണിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ഈ ഒരു GSTയുടെ 100% ബെനിഫിറ്റും കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ബാങ്കുകൾ, ഇപ്പോൾ ടോപ്പ് 20 ബാങ്ക്സ് എടുത്തിട്ട് അവരുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് എനിക്ക് തോന്നുന്നു ഒരു നല്ല കോമ്പറ്റീറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിൽ അവർ കൊടുക്കുന്നുണ്ട്. 7.25 സ്റ്റാർട്ട് ചെയ്തിട്ട് 9.25 വരെ ആണ് അതിൻ്റെ ഒരു സ്പ്രെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കാണുന്നത്. 7 ഇയർ വരെയാണ് കാർ ലോൺസ് മാക്സിമം കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ 7 ഇയർ വേഴ്സസ് 5 ഇയർ നമുക്ക് സംസാരിക്കാം. പിന്നെ ലോൺ എമൗണ്ട് 90% വരെ നമുക്ക്, അല്ലെങ്കിൽ ചില ഇതിൽ 100% ഒരു തുച്ഛമായ എമൗണ്ട് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 100% ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇതിൽ 90% വരെയാണ് ഇവരുടെ ഫണ്ടിങ് വരുന്നത്. കാനറ ബാങ്ക് അതുപോലെ തന്നെ 7.7 തൊട്ട് 11.95 വരെയുണ്ട്. യൂക്കോ ബാങ്ക് 7.7 തൊട്ട് 10.50. അപ്പോൾ ഒരുവിധം ഫേമസ് ബാങ്കുകളൊക്കെ നല്ല കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ SBI പോലുള്ള ബാങ്കുകൾ ഇപ്പോൾ 8.65 എന്നാണ് അവരുടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. HDFC ബാങ്കും അതുപോലെ തന്നെ 8.75 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിതെല്ലാം വായിക്കുന്നില്ല, അപ്പോൾ നിങ്ങളിത് ഒരു മിനിറ്റ് പോസ് ചെയ്ത് നോക്കുക. ഇനി ഇതിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുമ്പോൾ ചെറിയ സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, കുറച്ച് വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. 7.725 തൊട്ട് 9%, 11%, 12% വരെയൊക്കെ കാണും. അപ്പോൾ ഇത് പലതരത്തിൽ ഡിഫറെൻ്റ് ആയി, ഇപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അല്ല. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ പല വീഡിയോകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം നിങ്ങളുടെ സിബിൽ സ്കോർ ആയിരിക്കും. അപ്പോൾ നല്ല സിബിൽ സ്കോറുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഈ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയും, മോശം സിബിൽ സ്കോറുള്ള ആളുകളും, അത് മോശം സിബിൽ സ്കോർ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇൻകം അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, അതിൻ്റെ എലിജിബിലിറ്റി പറയാം, അങ്ങനെ എലിജിബിൾ ആയുള്ള ആളുകൾക്ക്
ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ ലോൺ എടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ഏത് ലോൺ എടുക്കാൻ പോയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെയിലി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സിബിൽ സ്കോർ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പോകുമ്പോൾ വളരെ വലിയൊരു വ്യത്യാസം. ഇപ്പോൾ നല്ലൊരു സിബിൽ സ്കോറുള്ള ആൾക്ക് 7.25, മോശം സിബിൽ സ്കോറുള്ള ആൾക്ക് അല്ലെങ്കിൽ 12% ലോൺ കിട്ടുമ്പോൾ വളരെ വലിയൊരു വ്യത്യാസം തന്നെ നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന എമൗണ്ടിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്കൊരു സിമ്പിൾ കാൽക്കുലേഷൻ നോക്കാം. ഓക്കെ, ഇതിൽ ഒരു 15 ലക്ഷം രൂപ നിങ്ങളൊരു 8.5 ഇൻട്രസ്റ്റ് റേറ്റിൽ 5 വർഷത്തേക്ക് എടുത്തു. അപ്പോൾ അതിന് EMI വരുന്നത് എത്രയാണ്? 30,775 രൂപ നിങ്ങൾ EMI അടയ്ക്കണം. അപ്പോൾ ഏകദേശം 18,46,000 രൂപ നിങ്ങൾ അതായിട്ട് അടയ്ക്കും. ടോട്ടൽ ഇൻട്രസ്റ്റ് 3,46,000 രൂപ നിങ്ങൾ അടയ്ക്കും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ എമൗണ്ട് ഉണ്ടാവും. ചെറിയ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കാറ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ഇടേണ്ടി വരും. ഓക്കെ, 10 ലക്ഷം രൂപ. ഇപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സിബിൽ സ്കോർ നല്ലതാണെന്ന് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കൊരു 7.5 നമുക്ക് ലോൺ കിട്ടി 5 ഇയേഴ്സിന്. ഓക്കെ, സോ ആ ഒരു കേസിൽ നിങ്ങളുടെ EMI വരുന്നത് 20,038 രൂപയാണ്. നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ മോശമാണ്, നിങ്ങളൊരു 11% ലോൺ എടുക്കണമെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഏകദേശം 21,748 രൂപയായി മാറി. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇവിടെ 3,04,000 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എത്രയാണ്. 7.5ൻ്റെ ആൾക്ക് ഏകദേശം 2 ലക്ഷം രൂപയുടെയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, 1 ലക്ഷം രൂപ അതിൽ മാറ്റം വന്നു. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നല്ല രീതിയിൽ സിബിൽ സ്കോർ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ലോൺ ബിൽസ് എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു നല്ല ലാഭം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇനി ഞാൻ പറഞ്ഞു ഇപ്പോൾ 7 ഇയർ വരെ മാക്സിമം ഉള്ള ഇതുണ്ട്. അപ്പോൾ 7 ഇയറിലേക്ക് നോക്കുമ്പോൾ ഇത് എത്രയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ ആൾക്ക് ഇതാണ് റേറ്റ് വരുന്നത്. ഓക്കെ, EMI കുറയും. ഓക്കെ, 7 ഇയർ നോക്കുമ്പോൾ EMI നിങ്ങൾ നേരത്തെ കണ്ടതിൽ കുറഞ്ഞു 7 ഇയർ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു പലിശ കൂടി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ 5 ഇയർ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക പലിശ കുറവാണ്. ഓക്കെ, ഇയർ കൂടുന്തോറും നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള EMI കിട്ടും. ഇപ്പോൾ 7 ഇയറിൽ ഇപ്പോൾ ഈ നല്ല സിബിൽ സ്കോറുള്ള ആൾ 7.5 ആണെന്ന് വിചാരിക്കുക. 7 ഇയർ അയാൾക്ക് EMI 15,000 രൂപ വരുന്നുള്ളൂ. പക്ഷെ പലിശ, ഓവറോൾ പലിശ നിങ്ങൾ 2,88,000 രൂപ, ഏകദേശം ഒരു 88,000 രൂപയുടെ മുകളിൽ ഈ ഒരു കേസിൽ കൂടുതൽ വന്നു. അപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് EMI ബാങ്കുകൾ ചിലപ്പോൾ ലോങ് EMI തരും. അപ്പോൾ അത് ലോങ് EMI എന്ന് വെച്ചാൽ ലോങ് ഡ്യൂറേഷൻ തരും, EMI കുറച്ച് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ അടയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യം, നിങ്ങൾ മാക്സിമം കുറഞ്ഞ ഡ്യൂറേഷനിൽ ലോൺ എടുക്കുക. അപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന പലിശ കുറയും. അപ്പോൾ ഇപ്പോൾ ഹോം ലോണൊക്കെ ഉണ്ടെങ്കിൽ 30 വർഷത്തെ ഹോം ലോൺസ് കുറേ ബാങ്കുകാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളത് 15 വർഷത്തിൽ എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന പലിശ പകുതി അടച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാ ലോണിനും ഇത് ബാധകമാണ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ പലതരത്തിലുള്ള സിബിൽ സ്കോറും പലതരത്തിലുള്ള ബാങ്കുകളും പല തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7.25 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മന്ത്ലി EMI ഇപ്പോൾ 8 ലക്ഷത്തിൻ്റെ കേസാണ് എടുക്കുന്നത്. ഓക്കെ, 8 ലക്ഷത്തിൻ്റെ കാറാണെങ്കിൽ നിങ്ങൾ ഏകദേശം 15,000 രൂപ അടയ്ക്കും. ഓക്കെ, അപ്പോൾ 12% ആണെങ്കിൽ നിങ്ങൾ 17,000 രൂപ അടയ്ക്കും. അപ്പോൾ 15 ഏകദേശം 2,000 രൂപയുടെ വ്യത്യാസം വന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് ലോൺ കിട്ടാൻ പറ്റുമോ എന്ന് നോക്കുക മാക്സിമം. ഇനി എങ്ങനെ നമുക്ക് ലോൺ പെട്ടെന്ന് അപ്രൂവ് ആകുമെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അത് വളരെ വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ബാങ്കുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലോൺ തരും. ക്രെഡിറ്റ് സ്കോർ മാത്രം പോരാ, അതിന് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും കൂടി വേണം. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ കാറ് ചൂസ് ചെയ്യണം. പിന്നെ ബാങ്കുകൾ കമ്പയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇതിൽ ഞാൻ കുറേ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പലതര സോഴ്സിൽ നിന്ന് ഇത് ചെയ്തിട്ട് ഒരു ടേബിളിലാക്കിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ അപ്പോൾ അക്കൗണ്ട് എടുക്കാനൊന്നും അധികം സമയം വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ബാങ്കുകൾ നല്ല റേറ്റിലേക്ക് ഇതിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും കൂടി ഒന്നും കൂടി ജസ്റ്റ് സെർച്ച് ചെയ്ത് അവരുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് ബസാർ അല്ലെങ്കിൽ ഒരുപാട് അഗ്രിഗേറ്റഡ് സർവീസ് അതിലൊക്കെ പോയിട്ട് അതിന് കമ്പയർ ചെയ്ത് നോക്കുക ഏതാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നത്. ഇനി നാലാമത്തെ കേസ്, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനാണ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിനെ വിസിറ്റ് ചെയ്തിട്ട് മാനേജറായിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ റേറ്റ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. കുറേ കേസസിൽ നിങ്ങൾക്ക് കാണാം ബാങ്കിൽ പോകും കാർ ലോൺസൊക്കെ അവർ കുറച്ചും കൂടി ഡിസ്കൗണ്ട് എടുക്കും. ഓൺലൈനിൽ കാണിക്കുന്നതിനേക്കാൾ ഒരു 0.25 ഒക്കെ കുറച്ച് തരാൻ സാധ്യത കൂടുതലാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ഡെപ്പോസിറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ബാങ്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ആണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതും ഒരു മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം. നിങ്ങൾ സാലറീഡ് ആയ ആളുകളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അത് 3 മന്ത് പേ സ്ലിപ്പ് വേണം, സാലറി സ്ലിപ്പ് വേണം. പിന്നെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും സാലറി വരുന്ന കാര്യങ്ങളൊക്കെ ഒരു റിവ്യൂ ചെയ്യും. പിന്നെ ലാസ്റ്റ് 2 വർഷത്തെ ഫോം 16ഉം ITR ഫയൽ ചെയ്തു. അപ്പോൾ കുറച്ച് പേര് അത് ചില ബാങ്കുകൾ ഓപ്ഷനിലായിട്ട് വയ്ക്കും, പക്ഷേ ITR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ഇനി ഇത് സാലറീഡ് എംപ്ലോയീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ് ആണെന്നിരിക്കും, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഈ പറഞ്ഞ ബേസിക് എല്ലാ കാര്യങ്ങളും വേണം. ഇപ്പോൾ ഫോം 16 ഉണ്ടാവില്ല ബിസിനസ്സുകാരിൽ, അവർ ITR കൊടുക്കേണ്ടി വരും. പിന്നെ ബിസിനസ്സിൻ്റെ, നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് പ്രൂഫ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണിക്കണം. അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് നിങ്ങളുടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നുള്ള റവന്യൂ റെഗുലറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളൊരു ബിസിനസ് ഓണറാണ്. ഇപ്പോൾ GST ഉള്ള കാരണം ഒരുപാട് ബിസിനസ് സെൽഫ് എംപ്ലോയിഡ് ആളുകൾ അതുവഴിയും അല്ലെങ്കിൽ ബാക്കിയുള്ള ലൈസൻസിങ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആളുകളെ എങ്ങനെയെങ്കിലും ബാങ്കുകാരെ കൺവിൻസ് ചെയ്ത് എനിക്ക് ഈ ഒരു റെഗുലർ ട്രാൻസാക്ഷൻ കാണിച്ച് അതൊരു ബിസിനസ് നിൽക്കാമെന്ന് കാണിച്ച് അതുപോലെ തന്നെ ITRും കാണിച്ച് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അപ്രൂവലായിട്ട് എടുക്കാൻ പറ്റും. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാനിത് ആക്ച്വലി ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല, കാരണം ഇപ്പോഴത്തെ ബാങ്കുകൾ ഒരുവിധം എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇപ്പോൾ കാർ ലോണിൻ്റെ കേസിലൊക്കെ ഒരുവിധം അവർ തരും. പിന്നെ ബേസിക് ആയിട്ടുള്ള ഇൻകം ഞാൻ പറഞ്ഞല്ലോ, P25K to 30K, ബിസിനസ് ഉള്ള ആളുകൾക്ക് 3 to 5. അത് ചില പ്രൈവറ്റ് ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇത്ര വലിയൊരു കേസായിട്ട് അവർ എടുക്കില്ല. പിന്നെ ക്രെഡിറ്റ് സ്കോർ ഞാൻ പറഞ്ഞു, ക്രെഡിറ്റ് സ്കോറിൻ്റെ മെയിൻ സംഭവം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കിട്ടും. ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ അവർ ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ തരും, നിങ്ങൾക്ക് അടയ്ക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ പലതരത്തിലുള്ള ഓഫറുകളും ബാങ്കുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങനെ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പല ഒരു ബ്രാക്കറ്റിലാണ് ഇൻട്രസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എപ്പോഴും പറയുന്ന പോലെ ഹൈ ക്രെഡിറ്റ് സ്കോർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ ഡൗൺ പേയ്മെൻറ്റ്, ഇപ്പോൾ 100% ലോൺ ഇപ്പോൾ കാറുകൾക്ക് ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് മാക്സിമം ഡൗൺ പേയ്മെൻറ്റായി കൊടുത്ത് ലോണിൻ്റെ ഒരു എമൗണ്ട് കുറയ്ക്കാൻ നോക്കുക. ഇത് നിങ്ങൾക്ക് EMIയിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൊക്കെ നല്ലതായിരിക്കും. പിന്നെ നേരത്തെ ഞാൻ ഒരു എക്സാമ്പിളിൽ EMI കാൽക്കുലേറ്ററിൽ തന്നെ കാണിച്ചു എന്തുകൊണ്ട് ചെറിയ ഡ്യൂറേഷൻ, അതായത് 7 ഇയറും 5 ഇയറും ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി. 7 ഇയർ EMI വളരെ കുറവായിട്ട് തോന്നും, അട്രാക്റ്റീവായിട്ട് തോന്നും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ 5 ഇയർ ചൂസ് ചെയ്യുക, കാരണം നിങ്ങൾ അടയ്ക്കുന്ന പലിശ അവിടെ കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ബാങ്കായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ, അതായത് സാലറി അക്കൗണ്ടുള്ള ബാങ്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ബാങ്കാണോ, അല്ലെങ്കിൽ ഓൾറെഡി അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ബാങ്കുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ മാനേജറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ. പിന്നെ ഫെസ്റ്റീവ് സീസണിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ബാങ്കിൻ്റെ സ്ഥലത്തു നിന്നും വാഹന ഡീലറുടെ സ്ഥലത്തു നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൽ ചാർജസ് എന്നാണെങ്കിൽ പ്രോസസ്സിംഗ് ഫീ ഉണ്ട്, പേയ്മെൻറ്റ് ചാർജസ് ഫീസ് ഉണ്ട് ചില ബാങ്കുകളിൽ. അപ്പോൾ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രോസസ്സിംഗ് ഫീ ഒക്കെ ഒഴിവാക്കി തരാൻ നിങ്ങൾക്ക് ബാങ്കുകാരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ചിലത് മിക്ക ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ചെയ്തു തരാറുണ്ട്. അതുപോലെ പേയ്മെൻറ്റ് ചാർജസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത് പേയ്മെൻറ്റ് ചാർജസ് ഒഴിവാക്കി തരാൻ പറയണം. കാരണം നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വന്നാൽ നിങ്ങൾക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് ചാർജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണലി അനാവശ്യമായിട്ട് വീണ്ടും പേ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാർജ് കൊടുക്കുക എന്നൊരു കൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി തരാനുള്ളൊരു നിങ്ങളൊരു ഡീലിങ്ങിൽ നിങ്ങൾ ബാങ്കായിട്ട് എത്തേണ്ടതാണ്. പിന്നെ ലോൺ ക്യാൻസലേഷൻ, ലേറ്റ് പേയ്മെൻറ്റ് ഫീ, ബാക്കിയുള്ള രജിസ്ട്രേഷൻ ഫീ ഒക്കെ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ പേ ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി, ഇലക്ട്രിക് വെഹിക്കിൾസിന് ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ടാക്സസിലായാലും ബാക്കിയുള്ള സബ്സിഡിയൊക്കെ ആയാലും ചില ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി റിജക്ഷൻ കേസസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ലോൺ റിജക്റ്റ് ആയിട്ട് വരുന്ന കേസസ് ഉണ്ട്. അപ്പോൾ റിജക്ഷൻ കേസിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് ക്രെഡിറ്റ് സ്കോർ കുറവുള്ള, വളരെ മോശമായ ആളുകളെയൊക്കെ ഇവർ റിജക്റ്റ് ചെയ്യും.
അപ്പോൾ അതിന് ക്രെഡിറ്റ് സ്കോറിൻ്റെ ഒരു കാര്യം തന്നെ കുറയാൻ കാരണം അവരുടെ മോശമായിട്ടുള്ള ഒരു ഹാൻഡ്ലിങ്ങാണ്, ഫിനാൻഷ്യൽ ഹാൻഡ്ലിങ്ങാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാണ്ടിരിക്കുക, ലോൺ EMIs അടയ്ക്കാണ്ടിരിക്കുക, ബാക്കി ഒരുപാട് കേസസിൽ ക്രെഡിറ്റ് കാർഡ് ഇതായിട്ട് ബന്ധപ്പെട്ട കേസിലും ബാക്കിയുള്ള നോർമൽ ലോൺസിന് ബന്ധപ്പെട്ട കേസിലൊക്കെ ഇങ്ങനെ ഡിഫോൾട്ട്സ് വരുന്ന ആളുകളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കും. അത് അവരുടെ റിപ്പോർട്ടിൽ കാണുകയും ചെയ്യും. അപ്പോൾ ഈ ബാങ്കുകാർ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇങ്ങനത്തെ കുറേ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ബാങ്കിന് പുതിയൊരു ലോൺ തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ബാക്കിയുള്ള ഡ്യൂസും ലോണുകൾ ക്ലോസ് ചെയ്യാൻ അവർക്ക് മാക്സിമം ക്ലോസ് ചെയ്ത് അത് ക്ലീൻ ചെയ്തിട്ട് ഒരു 3 to 6 months വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതൊരു പുതിയ സ്കോറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് ഫിൽറ്റർ ചെയ്തൊക്കെ വന്ന് നല്ല സ്കോർ മെയിൻറ്റെയിൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ കിട്ടും. പിന്നെ ഇൻകം കുറവായ ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി എലിജിബിളാണ്, ബട്ട് സ്റ്റിൽ ബാങ്കിനൊരു സംശയം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് കിട്ടുന്ന ഇൻകം വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ EMI അടയ്ക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാ ബാങ്കുകളാണ് നോക്കില്ല, ചില ബാങ്കുകളാണ് നോക്കുന്നു. പ്രൈവറ്റ് ബാങ്കുകളൊന്നും അത്ര വലിയൊരു ഇതൊന്നുമില്ല. പക്ഷേ അതും ഒരു റീസണാണ് ഈ ഒരു റിജക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ഒരു ഭർത്താവാണ് ലോൺ എടുക്കുന്നതെങ്കിൽ വൈഫിനെ നിങ്ങളുടെ ഒരു കോ അപ്ലിക്കൻ്റായിട്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ അപ്പോൾ ആ കോ അപ്ലിക്കൻറ്റിന് എന്തെങ്കിലും ഒരു ഇൻകം വേണം. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാത്തതാണെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെയോ അമ്മയോ ആഡ് ചെയ്യുക. അപ്പോൾ അവരുടെ ഇൻകം നമുക്കിതിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് ആ ഇൻകം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർ ഒരുപാട് ലോൺസ് ഇങ്ങനെ എടുക്കും. ഇപ്പോൾ ഈ ലോൺ കൊടുക്കുന്ന ആപ്പുകളും അല്ലാതെ ബാക്കിയുള്ള ചെറിയ ചെറിയ ലോണുകളൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ അങ്ങനെ ലോണുള്ള ആളുകൾക്കും ചിലപ്പോൾ ബാങ്കുകൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ മാക്സിമം ചെറിയ ചെറിയ ലോണുകളൊക്കെ ക്ലോസ് ചെയ്ത് 1-2 ലോൺ എല്ലാം ക്ലോസ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ പോസിബിൾ അല്ല. അപ്പോൾ 1-2 ക്രിട്ടിക്കലായിട്ടുള്ള ലോണിനെല്ലാം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ക്ലോസ് ചെയ്ത് എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് അപ്രൂവൽ കിട്ടും. പിന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും പിന്നെ ബാങ്ക് ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമാണ് അവരതിന് ഇത് കിട്ടുന്നത്. പിന്നെ ജോബിൻ്റെ ഒരു കേസ്, സ്റ്റെബിലിറ്റി കുറവ് ബാങ്കിന് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയൊരു ജോലി കിട്ടി, ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ആളാണ്. അപ്പോൾ പിറ്റത്തെ മാസം തന്നെ പോയി ചിലപ്പോൾ കാർ ലോൺ അപ്ലൈ ചെയ്ത് അവർ തരണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു ജോലിയിൽ 1-2 വർഷം കംപ്ലീറ്റ് ചെയ്ത് ആ സാലറി സ്ലിപ്പും ഫോം 16 അതുപോലെ ITR ഒക്കെ ഫയൽ ചെയ്ത് ആ ഒരു പ്രൂഫൊക്കെ വരണ സമയത്താണ് ബാങ്കിന് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ കോൺഫിഡൻസ് ഉണ്ടാവുകയും അപ്പോൾ നിങ്ങൾക്ക് ലോൺ തരാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യുക. ഇനി നിങ്ങൾ ഇപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങളുടെ ഞാൻ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് എല്ലാം നോക്കുക. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഏത് ബാങ്കിലാണ് കിട്ടുന്നത്. ഇവൻ നിങ്ങൾക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും പുതിയൊരു അക്കൗണ്ട് എടുത്ത് അവിടെ നിങ്ങൾക്ക് ആ ലോൺ എടുക്കേണ്ടതായിട്ടായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചിലർ പറയും എനിക്ക് അവിടെ അക്കൗണ്ട് ഇല്ല, ഞാൻ എൻ്റെ അക്കൗണ്ടിലുള്ള ബാങ്കിൽ ലോൺ എടുക്കാമെന്നുള്ള ഇതൊന്നും വേണ്ട. ഇപ്പോഴത്തെ ഇതിൽ അക്കൗണ്ട് എടുക്കുന്നത് അത്ര വലിയ കാര്യമല്ല. അപ്പോൾ അവിടെ അക്കൗണ്ട് എടുത്ത് ഏറ്റവും കുറഞ്ഞ റേറ്റ് നിങ്ങൾ കിട്ടാൻ ശ്രമിക്കുക. അപ്പോൾ GST റേറ്റ് കട്ട് വളരെ മീൻസ് കാർ വാങ്ങിക്കുന്ന ആളുകൾക്കും മാത്രമല്ല മറ്റുള്ള പല മേഖലകൾക്കും വളരെ വലിയൊരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ കാർ കമ്പനികൾ അത് ഇപ്പോഴത്തെ നിലയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്നുള്ളൊരു കൺസെപ്റ്റിലായതുകൊണ്ട് കാറിൻ്റെ വില നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അടുത്തൊരു കുറച്ച് കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് റൈറ്റ് ടൈം. കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു റൈറ്റ് ടൈമാണ്. കാരണം വിലയിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ ബാങ്കായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്യുക. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് കാറ് ലോൺ കിട്ടാനായിട്ട്. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും നിങ്ങൾ 2-3 ബാങ്കായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഫൈനലായിട്ട് ഒരു എന്താ പറയുക ബാങ്കിന് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.